ജെൻസി പ്രക്ഷോഭത്തിൽ നിന്ന് പഠിക്കേണ്ടതെല്ലാം നമ്മുടെ ജെൻ ആൽഫ പഠിച്ചു കഴിഞ്ഞു. കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ചോദിച്ചു വാങ്ങാൻ രാജ്യത്തെ ജെൻ ആൽഫ തീരുമാനിച്ചിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ ജെൻസി കാണിച്ച ധൈര്യം അത് അടുത്ത തലമുറയ്ക്ക് അവർ നൽകിയെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. നോക്കൂ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ അത് അവരുടെ അവകാശമാണ്, അധികാരമാണ്. നല്ല ക്ലാസ് മുറികൾ, പഠിപ്പിക്കാൻ അധ്യാപകർ, ഇരിക്കാൻ ബെഞ്ച്. നമുക്ക് ആദ്യം രാജസ്ഥാനിലേക്ക് പോകാം. സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാൻ അധ്യാപകരില്ല. സ്കൂളിന് മുന്നിൽ കുത്തിയിരുന്നു ജെൻ ആൽഫ. शिक्षा विभाग और सरकार से हमारी ये मांग है कि PM3 स्कूल और यहाँ पे एक भी टीचर है, सेकंड ग्रेड के एक भी टीचर नहीं है और फर्स्ट ग्रेड है उनके अंदर 2 टीचर है, एक है हिस्ट्री के और एक है हिंदी के। और हिस्ट्री के जो टीचर है वो प्रिंसिपल का पद संभाले, तो उनको भी टाइम मिलता है तो भी पढ़ाते, लेकिन ऑब्वियसली भी काम बहुत है तो वो करने पड़ते हैं। तो इनसे हमारी मांग है सेकंड ग्रेड, फर्स्ट ग्रेड और थर्ड ग्रेड L1 L2 सभी के टीचर लगाए, वरना तब तक न तो स्कूल का लॉक खुलेगा, 10 बजे तक कोई नहीं आया तो हम रोड ब्लॉक करेंगे। കുത്തിയിരുന്ന പ്രതിഷേധമുണ്ടല്ലോ, അത് ഫലം കണ്ടു. സ്കൂളിലേക്ക് 4 അധ്യാപകരെ നിയമിച്ച് അപ്പോൾ തന്നെ ഉത്തരവിറങ്ങി. 10 ദിവസത്തിൽ 3 അധ്യാപകരെ കൂടി നിയമിക്കുമെന്ന ഉറപ്പും ആ കുട്ടികൾക്ക് നൽകി. അത് രാജസ്ഥാനിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നെങ്കിൽ ഈ കാണുന്നത് ബീഹാറിൽ നിന്നുള്ള ദൃശ്യമാണ്. അതെ, നിതീഷ് കുമാറിന് പകരം ഇപ്പോൾ BJP മുഖ്യമന്ത്രിയുള്ള ബീഹാറിൽ നിന്ന്, ഗയ ജില്ലയിൽ നിന്നാണ്. ബെഞ്ചുകളില്ല, ക്ലാസുകളിൽ എല്ലാം പൊട്ടിത്തകർന്നു. കുടിക്കാൻ വെള്ളം ഇല്ല, അതായത് കൂളർ ഇല്ല, അതിന് വെള്ളം കുടിക്കാൻ ഹാൻഡ് പമ്പ് പോലുമില്ല. ജില്ലാ മജിസ്ട്രേറ്റ് വരണം, അതായിരുന്നു ഈ കുട്ടികളുടെ ആവശ്യം. അദ്ദേഹം വന്നില്ല, അതിന് പകരം ഒരു ജൂനിയർ ജീവനക്കാരനെ പറഞ്ഞുവിട്ടു. കുട്ടികൾ പ്രതിഷേധം നിർത്തിയില്ല. അവസാനം ജില്ലാ മജിസ്ട്രേറ്റ് നേരിട്ട് വന്നു, കുട്ടികളോട് സംസാരിച്ചു, അവർ സമരം നിർത്തി. സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാണ് നമ്മുടെ കുട്ടികൾ. വർഗീയത പറഞ്ഞ് തമ്മിലടിക്കാൻ അവരെ കിട്ടില്ല, അത് ക്ലിയർ ആണ്. അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാതെ എത്ര കാലവും ഭരിക്കാമെന്നത് ഇനി മിഥ്യാധാരണയാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നല്ല അവരുടെ വിദ്യാഭ്യാസം. ജനാധിപത്യം അത് അവകാശമെന്ന് ബോധ്യമുള്ള ജെൻ ആൽഫ.